कूजन्तं राम रामेति मधुरं मधुराक्षरम्। നമസ്കാരം, ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. വീഥികളെ ജനസാഗരമാക്കി VSന്റെ വിലാപയാത്ര. സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴയിൽ. തളിക്കുളത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിടിച്ച യുവാവ് മരിച്ചു. മണലൂർ താഴം കോൾ കർഷക സമിതിയുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. വാർത്തയിലേക്ക് വിശദമായി. VSന്റെ വിടവാങ്ങലോടെ സമര ജീവിതത്തിന്റെ ഒരു നൂറ്റാണ്ടു കൂടിയാണ് വിടവാങ്ങുന്നത്. തന്റെ കർമ്മമണ്ഡലത്തിന്റെ പ്രധാന ഘട്ടം ചിലവഴിച്ച തിരുവനന്തപുരത്ത് നിന്നും ജന്മനാട്ടിലേക്കുള്ള വിലാപയാത്രയിൽ അനേകായിരങ്ങളാണ് VSനെ അനുഗമിച്ചത്. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം ജന്മനാട്ടിലേക്ക് മടങ്ങുന്ന VSനെ ഒരു നോക്ക് കാണാൻ ജനപ്രവാഹമാണ് കാത്തുനിന്നത്. മെല്ലെ മെല്ലെ VSന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ബസ് മുന്നോട്ട് നീങ്ങി. സെക്രട്ടേറിയറ്റിൽ നിന്നും ഉച്ചതിരിഞ്ഞ് 2:30 ആരംഭിച്ച വിലാപയാത്ര അടുത്ത കേന്ദ്രമായ പാളയത്ത് എത്തിച്ചേരുന്നത് 2:50ഓടെയാണ്. വഴിയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാനാ തുറകളിൽ നിന്നുമുള്ള ആളുകൾ ആ ജനകീയ നേതാവിനൊപ്പം അണിചേർന്നു. VS തന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടവും ജനങ്ങൾക്കൊപ്പമായിരുന്നു. അതിന് തെളിവാണ് കഴിഞ്ഞ മണിക്കൂറുകളിലായി കേരളം സാക്ഷ്യം വഹിച്ചത്. വിയോഗ വാർത്തയറിഞ്ഞതു മുതൽ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലും തുടർന്ന് പൊതുദർശനം നടന്ന ദർബാർ ഹാളിലും തടിച്ചുകൂടിയ അനേകായിരങ്ങളുടെ ചിത്രമാണ് VS എന്ന ചോദ്യത്തിന്റെ ഉത്തരം. ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച പോരാട്ടങ്ങളുടെ നേതാവിനെ വിട്ടുപിരിയാൻ ആ ജനങ്ങളും തയ്യാറായിരുന്നില്ല. VSനെ നെഞ്ചിലേറ്റിയ അനേകം ആളുകളാണ് റോഡിന്റെ ഇരുവശവും കാത്തുനിന്നത്. എത്ര മണിക്കൂറുകൾ പിന്നിട്ടാലും പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാതെ മടങ്ങാനാവില്ല എന്ന് ഉറപ്പിക്കുകയായിരുന്നു ജനങ്ങൾ. നയങ്ങളിലും നിലപാടുകളിലും ഉറച്ച് അടിസ്ഥാന വർഗത്തിന്റെ നീതിക്കായി നടന്ന പോരാട്ടങ്ങളുടെ വീര്യമാണ് VS. ധീരമായ ആ ശബ്ദത്തിന്റെ മുഴക്കമാണ് മടക്കയാത്രയിലെ വഴികളിലുടനീളം കേട്ടത്. കണ്ഠമിടറി ഉയരുന്ന മുദ്രാവാക്യങ്ങൾക്കും അകമഴിഞ്ഞ സ്നേഹവായ്പകൾക്കുമിടയിലൂടെയായിരുന്നു വിലാപയാത്ര. ഭരണസിരാ കേന്ദ്രമായ നിയമസഭാ മന്ദിരത്തിന് മുന്നിലൂടെ വിലാപയാത്ര കടന്നുപോയപ്പോൾ ജനമനസ്സുകളിൽ ഓർമ്മകൾ അലയടിക്കുകയായിരുന്നു. നിയമസഭയിൽ VS നടത്തിയ പോരാട്ടങ്ങളുടെയും ചടുലമായ പ്രസംഗങ്ങളുടെയും സ്മരണകൾ പേറി വിലാപയാത്ര വീണ്ടും മുന്നോട്ട് നീങ്ങി. തിരുവനന്തപുരത്ത് 27 കേന്ദ്രങ്ങളിലാണ് VSനെ കാണാൻ അവസരമൊരുക്കിയത്. മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും കേരളത്തിന്റെ മുന്നേറ്റത്തിനായി അക്ഷീണം പ്രയത്നിച്ച VS തിരുവനന്തപുരത്തിന്റെ ഹൃദയത്തിലൂടെ അവസാന യാത്ര നടത്തി. എന്നും തലയുയർത്തിപ്പിടിച്ച പ്രിയ നേതാവിന് തലസ്ഥാന നഗരി ജനസാഗരം കൊണ്ട് വിടചൊല്ലി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി ആലപ്പുഴ ജില്ലയിൽ ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. VSന്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകും. തുടർന്ന് ജനങ്ങൾക്ക് വിവിധ ഇടങ്ങളിൽ തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി കാണുന്നതിനുള്ള അവസരമൊരുക്കും. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ 8 സ്ഥലങ്ങളിൽ ഇതിനായി നിശ്ചയിച്ചിട്ടുണ്ട്. ഓച്ചിറ അമ്പലത്തിന് കിഴക്ക് വശം വെച്ചാണ് സ്വീകരിക്കുക. തുടർന്ന് KPSC, GDM ഹാൾ, കരിയിലക്കുളങ്ങര, നങ്ങ്യാർകുളങ്ങര, ഹരിപ്പാട്, തോട്ടപ്പള്ളി, TD മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ആദരവർപ്പിക്കാം. തുടർന്ന് VSന്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. VS അച്യുതാനന്ദന്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര ഇന്ന് രാത്രി ആലപ്പുഴയിൽ പ്രവേശിക്കും. ദേശീയപാത വഴി വരുന്ന വിലാപയാത്ര കുറവൻതോട് നിന്ന് തിരിഞ്ഞ് പഴയ നടക്കാവ് റോഡ് വഴി VSന്റെ വീട്ടിലേക്ക് പ്രവേശിക്കും. ബുധനാഴ്ച രാവിലെ ഭൗതികദേഹം പഴയ നടക്കാവ് കൈതവന പഴവീട് വഴി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ച് പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് തിരുവമ്പാടി ജനറൽ ഹോസ്പിറ്റൽ, കളക്ടറേറ്റ്, WD&C ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്തിച്ചേരും. ഇവിടുത്തെ പൊതുദർശനത്തിന് ശേഷം CCSB റോഡ്, കണ്ണൻ വർക്കി പാലം, കളക്ടറേറ്റ്, വലിയകുളം, പുലയൻ വഴി, തിരുവമ്പാടി വഴി വലിയ ചുടുകാട് എത്തിക്കും.
തൃപ്പയാർ പാലത്തിലെ വഴിവിളക്കുകൾ കണ്ണടച്ചിട്ട് മാസങ്ങളായി. ദുരിതത്തിലായി നാലമ്പല തീർത്ഥാടകരും വഴിയാത്രക്കാരും. നാലമ്പല തീർത്ഥാടനമായപ്പോഴെങ്കിലും ശരിയാക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നത്. മുൻപ് 1-2 ലൈറ്റുകൾ കത്തിയിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാ ലൈറ്റുകളും അണഞ്ഞ നിലയിലാണ്. പാലത്തിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ്. കാൽനട യാത്രികരുടെ അവസ്ഥയും മോശമാണ്. പരസ്പരം കാണാനാകാതെ അപകടവും പതിവായിരിക്കുകയാണ്. നാലമ്പല തീർത്ഥാടനത്തിലെത്തുന്ന ഭക്തരുടെ അവസ്ഥയും ഇതുതന്നെയാണ്. തിരക്ക് ദിവസങ്ങളിൽ പാലത്തിന് സമീപവും പാലത്തിനപ്പുറത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നടന്നു വരേണ്ട അവസ്ഥയുണ്ട്. പുലർച്ചെ 2 മണി മുതൽ തൃപ്പയാർ ക്ഷേത്രത്തിലെത്തുന്ന തീർത്ഥാടകർക്ക് വെളിച്ചമില്ലാത്തതിനാൽ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതർ വഴിവിളക്കുകൾ ശരിയാക്കി യാത്രികർക്ക് വേണ്ട സൗകര്യമൊരുക്കണമെന്ന് വാഹനയാത്രികരും കാൽനട യാത്രക്കാരും ആവശ്യപ്പെടുന്നു. തളിക്കുളം ഹാഷ്മി നഗറിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിടിച്ച് യുവാവ് മരിച്ചു. ഹാഷ്മി നഗർ ഫത്തഖ് പള്ളിക്ക് സമീപം തിരുവാടത്ത് സുരേഷിന്റെ മകൻ സാനന്ദാണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിൽ മറിഞ്ഞ് മതിലിൽ ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാടനപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മ നാട്ടിക മേഖലാ സമ്മേളനം വലപ്പാട് ഏങ്ങൂർ ക്ഷേത്ര ഹാളിൽ നടത്തി. സർഗ വനിതാ സംസ്ഥാന പ്രസിഡന്റും സിനിമാ സീരിയൽ നടിയുമായ രമാദേവി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് മനോമോഹനൻ അധ്യക്ഷനായി. ഡോക്ടർ കെ വിഷ്ണു ഭാരതീയ സ്വാമി ചികിത്സാ സഹായം വിതരണം ചെയ്തു. സതീഷ് ചന്ദ്രബോസ് പ്രതിഭാ പുരസ്കാര വിതരണം നടത്തി. മേഖലാ വൈസ് പ്രസിഡന്റ് ജോസ് താടിക്കാരൻ, ജോയിന്റ് സെക്രട്ടറി ജോർജ് താന്യം, സംസ്ഥാന ജനറൽ സെക്രട്ടറി രവി കേച്ചേരി, മേഖലാ സെക്രട്ടറി സനു അശോക്, ജില്ലാ വൈസ് പ്രസിഡന്റ് പി കൃഷ്ണനുണ്ണി, സർഗ വനിതാ ജില്ലാ സെക്രട്ടറി ഷീല മണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നന്മ അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിൽ മാതാവിനും പിതാവിനും തുല്യ അധികാരം നൽകുന്നത് പോലെ തന്നെയാണ് നന്മയിലെ പുരുഷ വിഭാഗത്തിനും സ്ത്രീ വിഭാഗത്തിനും ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നന്മയിൽ നിന്നും വേറിട്ട ഒരു സംഘടനയല്ല സർഗവനിത. ആ ഒരു തിരിച്ചറിവിൽ നമ്മൾ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന ബോധം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായി മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. ഒരുപാട് നിങ്ങളോട് സംസാരിക്കാനുണ്ട്, പറയാനുണ്ട്. എങ്കിലും സമയപരിധി മൂലം ഞാൻ ഇനി അതിന് മുതിരും. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ ചാന്ദ്രദിനവും സ്കൂൾ തല ശാസ്ത്രമേളയും ആഘോഷിച്ചു. LP വിഭാഗത്തിലെ കുട്ടികൾ സന്ധ്യാസമയത്തെ ആകാശം ചിത്രീകരിച്ച് പതിപ്പ് തയ്യാറാക്കി. കൊച്ചുകുട്ടികൾ ചന്ദ്രനെക്കുറിച്ചുള്ള കുട്ടി കവിതാലാപനം നടത്തി. റോക്കറ്റ് നിർമ്മാണത്തിലും കൊളാഷ് നിർമ്മാണത്തിലും കുട്ടികൾ മത്സരബുദ്ധിയോടെ പങ്കെടുത്തു. ലേഖനം തയ്യാറാക്കൽ, ബഹിരാകാശ നിലയം വീഡിയോ പ്രദർശനം എന്നിവ സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക CJ ജെന്നി, മറ്റ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. ഗ്രേസ് കിഡ്സ് KG സെക്ഷനിലും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ചാന്ദ്രദിനം ആഘോഷിച്ചു. വിദ്യാർത്ഥികൾ പോസ്റ്റർ പ്രദർശനം, റോക്കറ്റുകൾ എന്നിവ പ്രദർശിപ്പിച്ചു. KG സെക്ഷൻ പ്രധാന അധ്യാപിക നൈസി ഷാജി, മറ്റ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. ഞങ്ങൾ ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് സോളാർ പവേർഡ് ഇറിഗേഷൻ സിസ്റ്റം അഥവാ സൗരോർജ്ജ ജലസേചന സംവിധാനം. കൃഷിയിൽ ജലസേചനം ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. വിളകൾക്ക് വളരാനും അഭിവൃദ്ധി പ്രാപിക്കാനും വെള്ളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. പരമ്പരാഗതമായി ജലസേചനം വൈദ്യുതിയെയും ഈ വർഷത്തെ ചാന്ദ്രദിനം വളരെ വിപുലമായിട്ടാണ് നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ ആഘോഷിക്കുന്നത്. ചാന്ദ്രദിനം ചന്ദ്രനിൽ കാലുകുത്തി 56 വർഷം പിന്നിട്ടിരിക്കുന്ന ഈ വേളയിൽ ഞങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ, ഓരോ ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ അവരുടെ നിലവാരത്തിനനുസരിച്ച പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വളരെ ഭംഗിയായി ചെയ്യുകയും അതിൻ്റെ ഒരു പ്രദർശനം ഞങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. UP ക്ലാസ്സിലെ കുട്ടികൾക്കായി ബഹിരാകാശ നിലയത്തിൽ ചെല്ലുമ്പോഴുള്ള അവരുടെ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ പ്രദർശനം
ചരിത്രബോധമെല്ലാം ഉണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. തന്നെ ഞങ്ങളുടെ സ്കൂൾ തലത്തിലുള്ള ശാസ്ത്ര പ്രവൃത്തി പരിചയ മേള IT മേളയും നടക്കുന്നുണ്ട്. അതിൽ കുട്ടികളൊക്കെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഓൺ ദി സ്പോട്ട് മത്സരങ്ങളും നടക്കുന്നുണ്ട്. പടിയം പുലാമ്പുഴ കടവ് വൈലപ്പുള്ളി ശ്രീ ഭുവനേശ്വരി ദേവി മുത്തപ്പൻ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭുവനേശ്വരി ദേവിക്ക് വിശേഷാൽ പൂജയും കുടുംബസംഗമവും വാർഷിക പൊതുയോഗവും ശാക്തേയ പൂജയും നടന്നു. പുലർച്ചെ വിശേഷാൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഭുവനേശ്വരി ദേവിക്ക് വിശേഷാൽ പൂജ, പട്ടും താലിയും ചാർത്തൽ, നടക്കൽ പറ, പ്രസാദഊട്ട് എന്നിവ നടന്നു. തുടർന്ന് കുടുംബസംഗമവും ക്ഷേത്രം ട്രസ്റ്റിന്റെ 10ാമത് വാർഷിക പൊതുയോഗവും നടന്നു. രക്ഷാധികാരി VM മനോഹരൻ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് VG പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കുടുംബാംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിച്ചു. സെക്രട്ടറി BR ബിജോയ്, ട്രഷറർ പരിമളം ഗോപിനാഥൻ, വൈസ് പ്രസിഡന്റുമാരായ VS സംഗീത്, സുനിത രാജേന്ദ്രൻ, വർക്കിംഗ് പ്രസിഡന്റ് VM ശങ്കർ, ജോയിന്റ് സെക്രട്ടറിമാരായ ശ്രീന ഷാജി, BG സദാനന്ദൻ, അസിസ്റ്റന്റ് ട്രഷറർ VK ഹർഷൻ, പുനരുദ്ധാരണ കമ്മിറ്റി കൺവീനർ BV അനിരുദ്ധൻ, പുനരുദ്ധാരണ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ജയചന്ദ്രൻ VK എന്നിവർ സംസാരിച്ചു. തുടർന്ന് വൈകിട്ട് ശാക്തേയ പൂജയും ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി സുധീർ പണിക്കർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സാമ്പത്തിക ചുമതല വരുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണവും അതുപോലെ തന്നെ ഉപദേവന്മാരെ കുടിയിരുത്തലും അവർക്ക് വേണ്ട അമ്പലവും അതൊക്കെ ഏറ്റെടുത്ത് നടത്താൻ നമുക്ക് ഏകദേശം ഒരു 50 ലക്ഷം രൂപയെങ്കിലും ചെലവ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മുമ്പിലത്തെ കൊല്ലമാണ് നമ്മൾ കുടുംബസംഗമം നടത്തിയത്. അതിൽ വെച്ചാണ് ഇങ്ങനെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തണം, നമുക്ക് പുതിയ ക്ഷേത്രം വേണം. CPI കയ്പമംഗലം മണ്ഡലം സംഘടനാ ക്യാമ്പ് ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. SM പോള ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് AD സുദർശനൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. TK സുധീഷ്, KS ജയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രൂപ്പ് തിരിഞ്ഞ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചർച്ച നടന്നു. വിവിധ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടന്ന പൊതുചർച്ചയിൽ വിവിധ ലോക്കൽ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് CN സതീഷ് കുമാർ, ഷാഹിദ് അബ്ദുള്ള, ER ജോഷി, സായിദ മുത്തുക്കോയത്തങ്ങൾ, PA താജുദ്ദീൻ, അബ്ദുൾ സമദ്, KM അനോഖ് എന്നിവർ പങ്കെടുത്തു. എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പുതിയ രൂപത്തിൽ പ്രചരണ മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ തെരഞ്ഞെടുപ്പിൽ നേരിട്ടതുപോലെ നാളെ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനാനുഭവം പരിശോധിച്ചു. പരാജയങ്ങളുണ്ടെങ്കിൽ അതിന്റെ പാഠവും, വിജയങ്ങളുണ്ടെങ്കിൽ അതിന്റെ അനുഭവവും ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാണോ മുഖ്യം അതോ പ്രവർത്തനമാണോ മുഖ്യം എന്നുള്ളത് സ്വാഭാവികമായും ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്. രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനമാണ് മുഖ്യം എന്ന് എനിക്കറിയില്ല പറയാൻ കഴിയുള്ളൂ. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഏങ്ങണ്ടിയൂർ മുല്ലപ്പള്ളി കരീപ്പാടത്ത് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പത്തിലക്കറിയും ഔഷധക്കഞ്ഞി സേവയും നടത്തി. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഏങ്ങണ്ടിയൂർ മുല്ലപ്പള്ളി കരീപ്പാടത്ത് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പത്തിലക്കറിയും ഔഷധക്കഞ്ഞി സേവയും നടത്തി. ക്ഷേത്രം മേൽശാന്തി PP പ്രബീഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു.
തുടർന്ന് തൃശൂർ ഔഷധി പഞ്ചകർമ്മ ഹോസ്പിറ്റൽ സൂപ്രണ്ട് കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. തുടർന്ന് ഡോക്ടർ KS രജിതന്റെ മാർഗനിർദ്ദേശത്താൽ തയ്യാറാക്കിയ പത്തിലക്കറിയും ഔഷധകഞ്ഞി സേവയും ഉണ്ടായി. ക്ഷേത്രം പ്രസിഡന്റ് KG കൃഷ്ണമൂർത്തി, സെക്രട്ടറി KS ദീപൻ മാസ്റ്റർ, ഭാരവാഹികളായ KS വസുധരൻ, KK മോഹനൻ, KA പ്രദീപ്, KPR സതീശൻ, KP ഷാജി, ശാന്തിമാരായ KS സുനിൽ, അനിരുദ്ധൻ വന്നേരി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ഇന്ദിര സുരേഷിന്റെയും ശോഭന വാസുധരന്റെയും നേതൃത്വത്തിൽ രാമായണ പാരായണവും ഉണ്ടായിരുന്നു. മുറ്റിച്ചൂർ ശൈഖുന ജലാലുദ്ദീൻ അഹ്മദുൽ ഖാദിരിയുടെ ഉറൂസ് മുബാറക്ക് ഭക്തി നിർഭരമായി ആഘോഷിച്ചു. തിങ്കളാഴ്ച രാവിലെ മഖ്ബറയിൽ നടന്ന കൂട്ട സിയാറത്തിന് EK അബ്ദുള്ള സഖാഫി നേതൃത്വം നൽകി. തുടർന്ന് 3000 കിറ്റുകളിലായി ജാതിമത വേർതിരിവുകളില്ലാതെ ആയിരക്കണക്കിന് പേർക്ക് ഭക്ഷണം വിതരണം ചെയ്തു. അന്നദാനം മഹല്ല് ട്രഷറർ ബഷീർ ഹാജി ഉദ്ഘാടനം ചെയ്തു. EK മുഹമ്മദ് ബാവ മുസ്ലിയാർ കൊടിയേറ്റ് നടത്തിയ ഉറൂസിന് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് 100 കണക്കിന് ആലിമ്യങ്ങൾ എത്തിച്ചേർന്നു. കൂട്ട സിയാറത്തിന് സയ്യിദ് ഖമറുദ്ദീൻ ബാദുഷ തങ്ങൾ നേതൃത്വം നൽകി. ഷാഹിദുൽ ഉലമ വേന്മനാട് ഉസ്താദ് നേതൃത്വം നൽകിയ ഖത്തം ദുആയും മുറ്റിച്ചൂർ മഹല്ല് ഖത്തീബ് സിദ്ദിഖ് ബാഖവിയുടെ അനുസ്മരണ പ്രഭാഷണവും ഹംസ മഹ്മൂദിയുടെ നേതൃത്വത്തിൽ നടന്ന ബുർദ മജ്ലിസും ഉറൂസിനെ ശ്രദ്ധേയമാക്കി. ഞായറാഴ്ച നടന്ന ഖാദിരിയ റാത്തീബിന് കാസിം അഹ്സനി കോഴിക്കോട്, ഷാഹുൽ ഹമീദ് അഹ്സനി മുപ്പട്ടിത്തറ, M അബ്ദുറഹ്മാൻ മുസ്ലിയാർ കോഴിക്കോട്, ഹാഷിം കോയ തങ്ങൾ കല്ലടിക്കോട്, KC മുഹമ്മദ് ഷാമിൽ ഹിഷാമി പാലക്കാട്, കാസിം മുസ്ലിയാർ കാളിയറോഡ്, KB ഹംസ ഹാജി, മുസ്തഫ മുസ്ലിയാർ കൊളത്തൂർ, മുസ്തഫ മുസ്ലിയാർ എടക്കഴിയൂർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ദിക്ർ ദുആ മജ്ലിസും ഉണ്ടായിരുന്നു. EK മുഹമ്മദ് അഹ്സനി കോഴിക്കോട്, സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ പൊന്നാനി എന്നിവർ നേതൃത്വം നൽകി. പ്രധാനപ്പെട്ട ഔലിയാക്കന്മാരിൽ പ്രമുഖനും ഖാദിരിയ ത്വരീഖത്തിന്റെ ഷേഖും കേരളത്തിലെ ഖാദിരിയ ത്വരീഖത്തിന്റെ ഷേഖാവുന്ന ഷേഖ് സഈദ് സിറാജുദ്ദീൻ തങ്ങളുടെ രണ്ടാം ഖലീഫയുമായ ജലാലുദ്ദീൻ അഹ്മദുൽ ഖാദിരി മുറ്റിച്ചൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ 22ാം ഉറൂസ് മുബാറക്ക് 19, 20, 21 തീയതികളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 100ഓളം ചാക്ക് അരി ഭക്ഷണം വെച്ചുകൊണ്ട് നാനാജാതി മതസ്ഥർക്കും ദേശഭാഷ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകൾക്കും ഇവിടെ വന്ന് ഈ തബറുക്ക് ചീരണി വാങ്ങി കൊടുക്കുന്ന അല്ലെങ്കിൽ ചീരണി കൊടുക്കുന്ന അന്നദാനം നടത്തുകയാണ്. ഇതിന് പ്രത്യേകമായ ഫണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ വിഷയങ്ങൾക്ക് ഈ ഉസ്താദുമായി ഷെയ്ഖുനയുമായി ബന്ധമുള്ള ഷെയ്ഖുനൻ്റെ മക്കളുമായി ബന്ധമുള്ള അവരുടെ ഖാദിമ്യങ്ങളുമായി ബന്ധമുള്ള ആളുകൾ ഈ വിഷയത്തിലേക്ക് സഹായിക്കുന്നത് മുഖാന്തരമാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ഇടവേള. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയുടെ ഭാഗമായി ചാമക്കാലയിൽ ലൈവ് മത്സ്യ വിപണന കേന്ദ്രം തുറന്നു. മത്സ്യവിപണനം നടത്തുന്നവർക്കും മത്സ്യ കർഷകർക്കും കൈത്താങ്ങാകാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പും കേന്ദ്ര സർക്കാരും സംയുക്തമായി നടത്തുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ചാമക്കാല സെന്ററിൽ പുതിയ ലൈവ് ഫിഷ് വിപണന സെന്റർ
ഷാഹിൻ കുന്നുങ്ങലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർ സിനിത വത്സൻ, കയ്പമംഗലം ചാപ്പള്ളിപ്പുറം മുൻ സംഘം പ്രസിഡന്റ് എം കെ സുരേഷ് എന്നിവർ സംസാരിച്ചു. ലൈവ് ഫിഷ് വിപണന കേന്ദ്രം ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഗുണഭോക്താക്കളായ കർഷകരിൽ നിന്നും മായം ചേർക്കാത്തതും ഐസിടാത്തതുമായ ജീവനോടുകൂടിയുള്ള മത്സ്യം സമാഹരിച്ച് പൊതുജനങ്ങളിലേക്ക് സുതാര്യമായ വിലയിൽ ജീവനോടുകൂടി തന്നെ എത്തിക്കാനും ഇതുവഴി മത്സ്യകർഷകർക്ക് സ്ഥിര വരുമാനത്തിന്റെ ലഭ്യതയുമാണ് ഈ ലൈവ് ഫിഷ് വിപണന കേന്ദ്രത്തിന്റെ ലക്ഷ്യം. മത്സ്യവിപണനത്തിനായി ശീതീകരിച്ച യന്ത്രങ്ങളും യാനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമാണ്. ഫ്രഷ് മത്സ്യ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഈ സ്ഥാപനം വഴി നൽകുന്നുണ്ട്. ചില്ലി ചിക്കനിൽ സോസ് കൂടിയെന്നാരോപിച്ച് ഹോട്ടൽ ജീവനക്കാരന് മർദ്ദനം. തളിക്കുളം ചിക്ക് സിറ്റി ഹോട്ടൽ ജീവനക്കാരൻ ഷാജഹാനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ അന്യസംസ്ഥാന തൊഴിലാളിയായ 24 വയസ്സുള്ള ഷാജഹാനെ ഏങ്ങണ്ടിയൂർ MI ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യം ഉൾപ്പെടെ വാടനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സംഭവത്തിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃപ്പയാർ യൂണിറ്റ് പ്രതിഷേധിച്ചു. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും അല്ലാത്തപക്ഷം സംഘടന ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിഷേധ യോഗത്തിൽ സെക്രട്ടറി അക്ഷയ് S. കൃഷ്ണ, പ്രസിഡന്റ് RA മുഹമ്മദ് എന്നിവർ പറഞ്ഞു. നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ കീഴിലുള്ള വലപ്പാട് ബീച്ച് ബ്രഹ്മ തേജോമയം ക്ഷേത്രത്തിൽ ഈ മാസം 24 വ്യാഴാഴ്ച പുലർച്ചെ 4 മുതൽ താണിയത്ത് സുധൻ ശാന്തിയുടെ കാർമ്മികത്വത്തിൽ കർക്കിടക വാവു ബലിതർപ്പണം ഉണ്ടായിരിക്കുന്നതാണ്. നാട്ടിക പള്ളം ബ്രദേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക വാവു ദിവസമായ വ്യാഴാഴ്ച പുലർച്ചെ 4 മുതൽ പെരിങ്ങോട്ടുകര വേണുശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പള്ളം ബീച്ചിൽ ബലിതർപ്പണം നടക്കും. ഇതിനായി പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പള്ളം ബ്രദേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ഷിതീഷ് ചെമ്പിപ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി AV സത്യരാജ് എന്നിവർ അറിയിച്ചു. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിതർപ്പണം വ്യാഴാഴ്ച രാവിലെ 4 മുതൽ ആരംഭിക്കും. തിലഹോമം, പിതൃനമസ്കാരം, കൂട്ടനമസ്കാരം, വിശേഷാൽ പൂജകൾ എന്നിവയുണ്ടാകും. ശ്രീനാരായണ ആശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി നേതൃത്വം നൽകും. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വാടനപ്പള്ളി മേഖലാ കുടുംബ സംഗമം ചാഴൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തി. AKPA വാടനപ്പള്ളി മേഖലാ പ്രസിഡന്റ് CS സുരേഷ് അധ്യക്ഷനായി. നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത AKPA അംഗം ID രാജേഷും കുടുംബവും ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന അംഗങ്ങളെ AKPA ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ ആദരിച്ചു. ഷാജി ഇമേജ്, KA ഷനൂപ്, EB ജിതേഷ്, AV ജീസൺ, രമേഷ് അനന്യ, ബിജു C ശങ്കുണ്ണി, രാജേഷ് നാട്ടിക, KS സജി, AV ഫ്ലഡൻഡോ എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ.
തുടർന്നു. മണലൂർ താഴം കോൾ കർഷക സമിതിയുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ നടത്തിയ യോഗം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് എം ബി മോഹനൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ശ്വേത, സമിതി സെക്രട്ടറി കെ കെ ഗൗതമൻ, ട്രഷറർ പി എസ് ദിനേശൻ എന്നിവർ സംസാരിച്ചു. 2025-26 വർഷം ഹൈ ലെവൽ കനാൽ ബണ്ട് പൊട്ടിച്ചത് പുനഃസ്ഥാപിച്ച് കിട്ടിയാൽ കൃഷി ഇറക്കുന്നതിനും ഉമാവിത്ത് കൃഷി ഇറക്കുന്നതിനും വെള്ളം വറ്റിച്ച് 10 ദിവസം പുല്ല് മുളപ്പിച്ച് പൂട്ടി നിരത്തി വിതയ്ക്കുന്നതിനും 1200 പമ്പിംഗ് ചാർജ് പിരിക്കുന്നതിനും ആയ തുക സബ്സിഡിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു. പുതിയ കമ്മിറ്റി ഭാരവാഹികളായി എം പി മോഹനൻ, കെ കെ രാമദാസ്, കെ സി പ്രജ്ഞൻ, കെ കെ ഗൗതമൻ, പി പി ജോസ്, ടി വി അജയകുമാർ, പി എസ് ദിനേശൻ, എൻ ആർ ഉണ്ണികൃഷ്ണൻ, പി എസ് ദിലീപ്, എൻ ജെ മുകുന്ദൻ, സുഭീഷ് കാർണത്ത് എന്നിവരെ തിരഞ്ഞെടുത്തു. നമുക്ക് പറയാനായിട്ട് സാധിക്കും, കാലാകാലങ്ങളിൽ വരുന്ന ഭരണസമിതികൾ കൃഷിക്കാരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ കൃഷിക്കാരുടെ അവരുടേതായിട്ടുള്ള ആഗ്രഹത്തിനനുസരിച്ചിട്ട് നിന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വള്ളത്തോളം പടവിൻ്റെ ഏക്കർ അല്ലെങ്കിൽ അതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് എൻ്റെ അപ്പനൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 700 ഏക്കറോളം വരുന്ന ഒരു പാടശേഖരമാണ് നമ്മുടെ വള്ളത്തോളം പടവിനുള്ളത്. അപ്പോൾ ഈ വള്ളത്തോളം പടവിൻ്റെ 700 ഏക്കർ വരുന്ന പാടശേഖരം നേരത്തെ ഇവിടെ ഈ പടവിൻ്റെ നോട്ടീസ് അടിച്ചപ്പോൾ ഈ നമ്മൾക്ക് ഇതിൻ്റെ കൃഷി ചെയ്യണമെന്ന് ഇതിൻ്റെ ഇനീഷ്യലായിട്ട് വന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇതിൻ്റെ സെക്രട്ടറി വളരെ സവിസ്തരം നിങ്ങളുടെ മുമ്പിലേക്ക് എൻ്റെ പ്രതിപാദിച്ചു തന്നു. ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടായ ഇതിൻ്റെ പ്രശ്നങ്ങൾ ശ്രീ മോഹനേട്ടും അതുപോലെ തന്നെ നമ്മുടെ ഗൗതമേട്ടും ഒക്കെ മണലൂർ പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ ഉള്ളിലെ മീറ്റിംഗ് ബഹുമാനയുടെ ഡെപ്യൂട്ടി കളക്ടറെ ദുരന്ത നിവാരണത്തിന് വിളിച്ചിട്ടാണ് ഈ പടവിലെ വെള്ളക്കെട്ട് മറ്റു പടവിലെ അല്ലെങ്കിൽ മറ്റ് പഞ്ചായത്തുകളിലെ സമീപ പഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. നടുവിൽക്കര BVLP സ്കൂളിൽ സംഘടിപ്പിച്ച വായനാ ദിന മാസാചരണത്തിന്റെ സമാപന സമ്മേളനം എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ തയ്യാറാക്കിയ അമ്മക്കഥകൾ അദ്ദേഹം പ്രകാശനം ചെയ്തു. സ്കൂൾ സീനിയർ അധ്യാപകൻ A ജാഫർ അധ്യക്ഷത വഹിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം MS സുജിത്ത് അമ്മ വായനയ്ക്കുള്ള പുസ്തകങ്ങൾ കൈമാറി. വായനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. PTA വൈസ് പ്രസിഡന്റ് ചിന്നു അഖിൽ, ജിജോ തമ്പി, സെൻഷി സുനിൽ, മാതൃസംഗമം പ്രസിഡന്റ് ഷഹന ബദറുദ്ദീൻ, SRG കൺവീനർ ആതിര NA, ജിഷ CI, റീബ രാജൻ, തസ്ലി ബഷീർ, സിലിമോൾ KD, മുബീറ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ലൈബ്രറിയിലേക്ക് തന്റെ പുസ്തകങ്ങളും ബാപ്പു വലപ്പാട് സമ്മാനിച്ചു. ശേഖരിച്ചുകൊണ്ടാണ് അന്ന് ആ ലൈബ്രറി പ്രസ്ഥാനം തുടക്കം കുറിച്ചത്. ഇന്ന് ലൈബ്രറികളുണ്ട്, ലൈബ്രറികൾ ഇഷ്ടംപോലെയുണ്ട്. പക്ഷെ വായിക്കാൻ താല്പര്യം ആരും കാണിക്കാത്തൊരവസ്ഥയിൽ നമ്മുടെ ഈ മൊബൈൽ വന്നതോടുകൂടി തീർത്തും വായന മാറ്റി വെച്ചൊരവസ്ഥയാണ്. പക്ഷെ വായനയിലൂടെ കിട്ടേണ്ടതായിട്ടുള്ള അറിവുകൾ ഒരുപാടാണ്. നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട അറിവ് അവർക്ക് കൊടുക്കേണ്ട ഒന്ന് ഈ വായനയാണ്. ജീവിതത്തിൻ്റെ അവർക്ക് അവരുടെ പഠനത്തോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി വായന മാറ്റിയെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. വാടനപ്പള്ളിയിൽ ചേർന്ന യോഗം സംസ്ഥാന പ്രസിഡന്റ് P പീതാംബരൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മോഹൻദാസ് കടകത്ത് അധ്യക്ഷത വഹിച്ചു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ അനുവദിച്ച ഇന്ധനത്തിന്റെ അധിക നികുതി ഒഴിവാക്കുക, തൊഴിലാളികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് പരിരക്ഷ കാലാനുസൃതമായി പരിഷ്കരിക്കുക, തൊഴിലിടങ്ങളിൽ നേരിടുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി തൊഴിലാളികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തുക, തൊഴിൽ പരിരക്ഷയ്ക്കായി സൗജന്യ ഉപകരണങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്ത് പാസാക്കി. സംസ്ഥാന സെക്രട്ടറി ഇന്ദിര മുരളി, ജില്ലാ നേതാക്കളായ ചന്ദ്രബാബു, PR ബാലൻ, നന്ദകുമാർ, ബീന, സതീഷ്, ചന്ദ്രബോസ്, സുഗുണൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ജില്ലാ പ്രസിഡന്റ് മോഹൻദാസ് കടകത്ത്, ജനറൽ സെക്രട്ടറി PV ചന്ദ്രബാബു വാടനപ്പള്ളി, ട്രഷറർ സുദർശനൻ തളിക്കുളം, വൈസ് പ്രസിഡന്റുമാരായി ബാലൻ ഇത്തിക്കാട്ട്, നന്ദകുമാർ, സെക്രട്ടറി ബീന നരേന്ദ്രൻ എന്നിവരെ തെരഞ്ഞെടുത്തു. കർക്കിടക വാവ് ദിനത്തിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ലഘു ഭക്ഷണ വിതരണം നടത്തുമെന്ന് തൃപ്പയാർ ശ്രീരാമചന്ദ്ര സാധന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച കർക്കിടക വാവ് ദിനത്തിൽ പുലർച്ചെ 5 മണി മുതൽ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും വാവുബലി ദർപ്പണത്തിനെത്തുന്നവർക്കുമാണ് ഇഡലിയും സാമ്പാറും അടങ്ങുന്ന ലഘുഭക്ഷണം വിതരണം ചെയ്യുന്നത്. 2500 പേർക്ക് ഭക്ഷണ വിതരണം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തൃപ്പയാർ ദേവസ്വം മാനേജർ മനോജ് K നായർ ഉദ്ഘാടനം നിർവഹിക്കും. കോർഡിനേറ്റർ അരുൺകുമാർ, അല്ലി റാണി, ദിവാസ് ആലക്കൽ, ലിസി അശോകൻ, സബിത KR എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃപ്പയാർ
കേന്ദ്രമായിട്ടുള്ള പ്രവർത്തിക്കുന്ന ശ്രീരാഷ്ട്ര പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ തൃപ്രയാറ് കർക്കിടവാവ് ദിവസം തൃപ്രയാറുള്ള ഭക്തജനങ്ങൾക്കും ഈ കർക്കിടവാവിന് വഴിക്ക് വരുന്നവർക്കും ഈ നാലമ്പല ദർശനത്തിന് വരുന്നവർക്കായിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കും, പ്രഭാത ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ 4000 പേർക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ നാട്ടിക റേഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഴുവൻ മദ്രസകളിൽ നിന്നും 7 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ബോധവൽക്കരണവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. വലപ്പാട് ചാലുകുളം ഷറഫുൽ ഇസ്ലാം മദ്രസ ഹാളിൽ നടന്ന സംഗമം ചാലുകുളം മഹൽ ഖത്തീബ് അബൂബക്കർ മദനി ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് താഖിയുദ്ദീൻ യമാനി തങ്ങൾ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി പി മുസ്തഫ മൗലവി ആമുഖ പ്രഭാഷണം നടത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ ട്രെയിനർ അലിയാർ ഫൈസി ക്ലാസിന് നേതൃത്വം നൽകി. റേഞ്ച് ഉപാധ്യക്ഷൻ മുഹമ്മദ് ജാബിർ ബാഖവി, വർക്കിംഗ് സെക്രട്ടറി ഇസ്മയിൽ ഫൈസി ചാലുകുളം, മഹൽ ജമാഅത്ത് പ്രസിഡന്റ് RA ഫൈസൽ, സെക്രട്ടറി BV ഫൈസൽ, പരീക്ഷാ ബോർഡ് ചെയർമാൻ NK സുബൈർ മുസ്ലിയാർ, KS അബ്ദുൽ മുത്തലിബ്, KK സിദ്ദിഖ്, TK അലി, ഇബ്രാഹിം മുസ്ലിയാർ തൈവേലി, AT അബ്ദുൾ റസാഖ്, മുഹമ്മദ് ഹുദവി, സുലൈമാൻ മുസ്ലിയാർ, മുഹമ്മദ് ഉവൈസ് ജസ്രി, അഹമ്മദ് കബീർ ഫൈസി, ബഷീർ അഹസനി, മുഹമ്മദ് യാസിർ നിസാമി എന്നിവർ സംസാരിച്ചു. കടൽ മണൽ ഖനനത്തിനെതിരെയും കടലിൽ മീൻ പിടിക്കാനുള്ള അധികാരം കോർപ്പറേറ്റുകൾക്ക് നൽകുന്നതിനെതിരെയും ഈ മാസം 28 വൈകിട്ട് 4:30 AITUC നടത്തുന്ന പ്രതിഷേധ സംഗമത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. വാടനപ്പള്ളി EMS സാംസ്കാരിക നിലയത്തിൽ ചേർന്ന യോഗം CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. VR മനോജ് അധ്യക്ഷത വഹിച്ചു. PK കൃഷ്ണൻ, രാകേഷ് കണിയാമ്പറമ്പിൽ, AK അനിൽകുമാർ, TS സജീവൻ, MV ബിന്ദ്യ, PS ജയൻ, അഷ്റഫ് വലിയകത്ത്, CB സുനിൽകുമാർ, MR മോഹനൻ, ഹരിദാസ്, മിനി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി ചെയർമാൻ VR മനോജ്, കൺവീനർ അഷ്റഫ് വലിയകത്ത്, ട്രഷറർ CB സുനിൽകുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. നീല സമ്പദ് വ്യവസ്ഥ നയമെന്ന പേരിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കേൾക്കുമ്പോൾ സുഖമുള്ള ഒരു വാക്കാണ് ബ്ലൂ എക്കണോമി എന്നുള്ളത്. എന്നാൽ ആ ബ്ലൂ എക്കണോമി നയം ലോകത്തിലെ ഭീമന്മാരായിട്ടുള്ള കോർപ്പറേറ്റുകളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും ഇന്ത്യയിലെ കടലോരത്ത് താമസിക്കുന്ന ജനങ്ങളുടെ പരമ്പരാഗത തൊഴിലുകൾ നഷ്ടപ്പെടുത്താനും അതോടൊപ്പം തന്നെ ആവാസ വ്യവസ്ഥയെ തകർത്തുകൊണ്ട് തീരശോഷണത്തിന് ഇടവരുത്തുന്നതുമായിട്ടുള്ള നയമാണ് ഈ ബ്ലൂ എക്കണോമി നയത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഈ മാസം 24-ന് പഴുവിൽ അസീസിയ കൺവെൻഷൻ സെന്ററിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ തുടങ്ങുന്ന സമ്മേളനത്തിൽ പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ്, ബിസിനസ് കൺസൾട്ടന്റ് ആൻഡ് ട്രെയിനർ അബ്ദുൾ ഷെരീഫ് നയിക്കുന്ന ക്ലാസ്, ഭക്ഷ്യവിഭാഗവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രതിനിധികളുടെ കോൺക്ലേവ് പ്രോഗ്രാം, വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ കുട്ടികളെ ആദരിക്കൽ, കൂടാതെ മറ്റ് പ്രവർത്തന മേഖലയിൽ നിന്നും അംഗങ്ങൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ളവരെ ആദരിക്കൽ, അംഗങ്ങളുടെ കലാപരിപാടികൾ, അംഗങ്ങൾക്ക് ഉപകാരപ്രദമായ വിവിധങ്ങളായ സ്റ്റാളുകൾ തുടങ്ങിയവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ K പോൾ, സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ, സംസ്ഥാന രക്ഷാധികാരി ബാദുഷ കടലുണ്ടി, വൈസ് പ്രസിഡന്റ് ജിജൻ മത്തായി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ അബ്ദുൾ അസീസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ആതിഥേയ, പ്രോഗ്രാം കൺവീനർ ഷലിൻ KS, മീഡിയ കൺവീനർ സതീശൻ BG എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 24-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെയാണ് നടക്കുന്നത്. 9 മണി രജിസ്ട്രേഷൻ തുടങ്ങി. തുടർന്ന് ഈ വില എങ്ങനെ നിശ്ചയിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ്. ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ക്ലാസ്. അതുപോലെ തന്നെ കാറ്ററിംഗുകാർക്ക് സഹായകരമായ ഒരുപാട് സ്റ്റാളുകൾ, അവരുടെ പാത്രങ്ങളാവട്ടെ, തുണിത്തരങ്ങളാവട്ടെ, മറ്റു പലർക്കും വിഭവങ്ങളാവട്ടെ, അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന ഓരോ വിഭവങ്ങളുടെയും ഒക്കെ സ്റ്റാളുകൾ അവിടെ ഉണ്ടാവും. തൃപ്പയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ 1975-78 ബാച്ചിലെ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം നടന്നു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കുടുംബ സംഗമത്തിന് പ്രധാന ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പർമാരായ KK സത്യൻ, മുഹമ്മദ് സഗീർ, കൈലാസ് ദേവൻ, രാജൻ RA, ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്നേഹവിരുന്നും നടന്നു.
50 വർഷത്തെ ബന്ധങ്ങൾ മങ്ങലേൽക്കാതെ തുടരാൻ കഴിയുന്നതിൽ വലിയ സന്തോഷം തരുന്നുവെന്ന് കുടുംബസംഗമത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. ജൂലൈയിൽ അവിടെ ചേർന്നു, ആ ഗേറ്റിൻ്റെ അകത്ത് കയറി. അപ്പോൾ ഈ വർഷം 50 വർഷം തികയാണ്. നമ്മൾ 77 പുറത്ത് പോകുന്നു. അപ്പം ഇനി അടുത്ത 3 വർഷം നമ്മൾ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണം. ആ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പരസ്പരം ഫോണിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫോൺ ചെയ്യുക. നിങ്ങളുടെ റിലേഷൻ കീപ്പ് ചെയ്യുക. മണ്ണൂർ താന്തിക്കൽ കോടൻകണ്ടത്ത് മാത്യുവിന്റെ ഭാര്യ മേരി നിര്യാതയായി. 81 വയസ്സായിരുന്നു. റോസ് അവറാച്ചൻ, പോൾ മാത്യു, ഫ്രാൻസിസ് മാത്യു, ലീന ലിയോൺ, ടോണി മാത്യു, ജൂലി ജോസഫ് എന്നിവർ മക്കളാണ്. അവറാച്ചൻ മാളിയേക്കൽ, ഷെറിൻ പനക്കൂടൻ, നിഷ ഫ്രാൻസിസ്, ലിയോൺ തേറാട്ടിൽ, നീലിമ മുളവരിക്കൽ, ജോസഫ് പല്ലിശ്ശേരി തുടങ്ങിയവർ മരുമക്കളാണ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9-ന് മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വീഥികളെ ജനസാഗരമാക്കി VSന്റെ വിലാപയാത്ര. സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴയിൽ. തളിക്കുളത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിടിച്ച യുവാവ് മരിച്ചു. മണലൂർ താഴം കോൾ കർഷക സമിതിയുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.